മകരം, കുംഭം, മീനം, മേടമാസങ്ങളൊക്കെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉത്സവ മാസങ്ങളാണ്. അപ്പോൾ വളരെയധികം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പക്ഷേ ആ കഥയ്ക്ക് വേറൊരു ആംഗിളിൽ കൂടി നോക്കിക്കാണാൻ അതിനെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് കഥ കേൾക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വളരെ പ്രശസ്തമായ കഥയാണ്. അംബരീഷിൻ്റെ കഥയാണ്. അംബരീഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം വളരെ വിഷ്ണു ഭക്തനായ ചക്രവർത്തിയായിരുന്നു. വളരെ ഉദാരമതിയായിരുന്നു. പ്രജാക്ഷേമ തത്പരനായിരുന്നു. വിഷ്ണു ഭക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി ഏകാദശി വ്രതം എടുത്തു പോന്നിരുന്നു. ഏകാദശി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി ദിവസം ഉപവാസം ഇരുന്നിട്ട് ദ്വാദശി ദിവസം പാരണ വീടുക. അതിനൊരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് തീർത്ഥം കഴിച്ച് പാരണ വീടിയിട്ട് അതിഥികൾക്ക് സൽക്കാരവും നല്ല കർമ്മങ്ങളുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏകാദശി വ്രതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അംബരീഷൻ ഏകാദശി വ്രതത്തിലായിരുന്നു. പിറ്റേ ദിവസം ദ്വാദശി ദിവസം അദ്ദേഹം പാരണ വിടാനുള്ള സമയമൊക്കെ അടുത്ത് വരുന്ന സമയത്താണ് ഭയങ്കര കോപിഷ്ഠനായ കോപത്തിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു മഹർഷി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദുർവാസാവെന്നാണ്. അപ്പോൾ ദുർവാസാവ് മഹർഷി ഇദ്ദേഹത്തെ അംബരീഷനെ സന്ദർശിക്കാനെത്തും. അങ്ങനെ സന്ദർശിക്കാനെത്തുമ്പോൾ അംബരീഷൻ ദുർവാസാവ് മഹർഷിയെ സ്വീകരിച്ചിരുത്തും. ദക്ഷിണ കൊടുക്കാനായിട്ട് അദ്ദേഹം തുടങ്ങും. അപ്പോൾ ദുർവാസാവ് മഹർഷി പറയും, ഞാനൊന്ന് സ്നാനം കഴിഞ്ഞ് ശുദ്ധമായിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം കാളിന്തി നദിയിലേക്ക് സ്നാനം ചെയ്യാനായി പോകും. എന്നിട്ട് അദ്ദേഹം സ്നാനം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുമ്പോൾ അംബരീഷൻ അദ്ദേഹത്തിൻ്റെ പാരണ വീടാനുള്ള സമയമായി. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം അവസാനം കാത്തിരുന്ന് വ്രതം മുറിക്കേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തുളസി തീർത്ഥം കഴിച്ചു പാരണ വീടുകയും ഭക്ഷണം കഴിക്കാനായി ദുർവാസാവ് മഹർഷിയെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ദുർവാസാവ് മഹർഷി സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അംബരീഷ മഹാരാജാവ് പാരണ വീടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അത് ഒരു ഡിസ്റെസ്പെക്റ്റായി, അദ്ദേഹത്തോടുള്ള ഒരു ഒരു അപമാനമായി അദ്ദേഹം അതെടുക്കുകയും അദ്ദേഹത്തിന് ദേഷ്യം വരികയും ചെയ്യുന്നു. ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മുടി പിടിച്ചുലച്ച് അടിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്നും ഭീകരരൂപിയായ കൃത്യ എന്ന രാക്ഷസി വരികയും ആ രാക്ഷസി അംബരീഷനെ കൊല്ലാനായി പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്രയും ഭീകര ദൃശ്യങ്ങൾ കണ്ടിട്ടും അംബരീഷൻ തൻ്റെ സ്വത്വം വിടുകയോ അംബരീഷൻ പേടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അംബരീഷൻ പറയുന്നുണ്ട്, കർമ്മം കൊണ്ട് ശുദ്ധനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഒരു തരത്തിലുള്ള മോശം ശക്തികളും ബാധിക്കില്ല. എൻ്റെ കർമ്മം എപ്പോഴും ശുദ്ധമായിരുന്നു. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു അപമാനവും ചിന്തിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ ഭാഗം ശരിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. എന്നെ രക്ഷിച്ചുകൊള്ളും, എന്നെ ഭഗവാൻ രക്ഷിച്ചുകൊള്ളും എന്ന് അദ്ദേഹം ചിന്തിക്കുകയും യഥാസമയം സുദർശന ചക്രം വരികയും കൃത്യയെ ദഹിപ്പിക്കുകയും കൃത്യയെ ദഹിപ്പിച്ചതിന് ശേഷം സുദർശന ചക്രം ദുർവാസാവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദുർവാസാവ് മഹർഷി, അദ്ദേഹത്തിന് എത്ര വലിയ തപശക്തിയുണ്ട്, മഹർഷിയാണ്, എന്നാൽ പോലും അദ്ദേഹത്തിന് സുദർശന ചക്രത്തെ ഭയന്ന് ഓടേണ്ടി വരുന്നു. അങ്ങനെ അദ്ദേഹം സുദർശന ചക്രത്തെ ഭയന്ന് ഇന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നു, പിന്നെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ 33 ദേവകളെയും അദ്ദേഹം പോയി സുദർശന ചക്രത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഏറ്റവും അവസാനം ആർക്കും വഴിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനായ ശ്രീ മഹാവിഷ്ണുദേവനെ കാണുന്നു. അങ്ങനെ ശ്രീ മഹാവിഷ്ണുദേവനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു, നിൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്, നിൻ്റെ കോപത്തിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. അപ്പോൾ കോപം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് എനിക്കല്ല, എൻ്റെ ഭക്തനാണ്. അതുകൊണ്ട് എൻ്റെ ഭക്തനോട് പോയി അപേക്ഷിക്കുക. അദ്ദേഹം ക്ഷമിച്ചാൽ മാത്രമേ, അദ്ദേഹത്തിന് മാത്രമേ സുദർശന ചക്രത്തെ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എനിക്ക് അതിന് സാധിക്കുകയില്ല. കാരണം നിൻ്റെ കോപത്തിൻ്റെ ഫലം അനുഭവിച്ചതും ബുദ്ധിമുട്ടുണ്ടായതും എൻ്റെ ഭക്തനാണ് എന്ന് പറഞ്ഞ് ഉപദേശിച്ച് ദുർവാസാവിനെ അംബരീഷൻ്റെ അടുത്തേക്ക് മടക്കി വിടുകയാണ്. അങ്ങനെ അംബരീഷൻ്റെ അടുത്ത് ചെല്ലുന്നു. അംബരീഷൻ വളരെ നല്ലവനായ വ്യക്തി ആയതുകൊണ്ടും ഭക്തനായതുകൊണ്ടും ക്ഷമിക്കുന്നു. അങ്ങനെ ദുർവാസാവിന് മാനസാന്തരം ഉണ്ടാവുന്നു. ഇതാണ് കഥ. പക്ഷേ ഇതിനെ നമ്മൾ മറ്റൊരു ആംഗിളിൽ നോക്കിക്കാണുമ്പോൾ ഇതിൽ ഭഗവാൻ എന്ന് പറയുന്നത് ശ്രീ മഹാവിഷ്ണുദേവനാണ്. ശ്രീ മഹാവിഷ്ണുദേവൻ എന്താണ് ഇതിൽ ഭക്തന് വേണ്ടിയും ഇതിൽ ഭക്തനെ ഉപദ്രവിച്ച ആളോടും ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം.
ഭക്തന് വേണ്ടി ശ്രീ മഹാദേവൻ എന്താണ് ചെയ്തത്? ഭക്തൻ എന്താണ് പറഞ്ഞത്? ശ്രീ മഹാവിഷ്ണു എന്ത് സംഭവിച്ചാലും എന്നെ രക്ഷിക്കുമെന്നുള്ളതായിരുന്നില്ല അംബരീഷൻ്റെ ഭക്തി. അംബരീഷൻ്റെ ഭക്തി മഹാവിഷ്ണുവിനോട് ഉള്ള ഭക്തി അംബരീഷൻ കാണിക്കുന്നത് അംബരീഷൻ്റെ കർമ്മങ്ങളിൽ കൂടിയായിരുന്നു. അപ്പോൾ അംബരീഷൻ്റെ ബലം എന്താണ്? അദ്ദേഹത്തിൻ്റെ സത്കർമ്മങ്ങളാണ്. അല്ലാതെ അദ്ദേഹത്തിന് ശ്രീ മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയല്ല, അന്ധമായ ഭക്തിയല്ല. ആ ഭക്തി മൂലം അദ്ദേഹം ചെയ്തിരുന്ന സത്കർമ്മങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. ശ്രീ മഹാവിഷ്ണുദേവനും അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയെന്ന്. ഇനി നേരെ മറിച്ച് ദുർവാസാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദുർവാസാവിനൊരു ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹം 33 ദേവകളെയും പ്രാർത്ഥിച്ചു. അദ്ദേഹം കഷ്ടപ്പെട്ട് ഓടി നടന്ന് കാലു പിടിച്ച് 33 ദേവകളെയും പ്രാർത്ഥിച്ചു. ഏറ്റവും അവസാനം അതിൻ്റെ ഉടമസ്ഥനായ ശ്രീ മഹാവിഷ്ണുദേവൻ്റെ അടുത്ത് പോലും ചെന്നു. പക്ഷേ വിഷ്ണുദേവനും അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റിയില്ല. വിഷ്ണുദേവൻ എന്താണ് പറഞ്ഞത്? എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, നിൻ്റെ കർമ്മങ്ങൾ കാരണമാണ് നിനക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. അതുകൊണ്ട് നീ നിൻ്റെ കർമ്മങ്ങൾക്ക് വ്യത്യാസം വരുത്തുക. മോശം കർമ്മങ്ങളിൽ പശ്ചാത്തപിക്കുക, നല്ല കർമ്മങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക. എന്നാൽ മാത്രമേ നിനക്ക് നിൻ്റെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ദൈവങ്ങൾക്ക് നമ്മളെ രക്ഷിക്കാനോ നമ്മളെ ശിക്ഷിക്കാനോ ഉള്ള എന്താ പറയുക, ഉള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നില്ല. അവർക്ക് ദൈവഭക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കർമ്മങ്ങളിൽ നമ്മൾ സ്റ്റേണായി നിൽക്കുക എന്നുള്ളതാണ്. ഭക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന വഴിപാടുകളോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല. എന്താ പറയുക, ഭക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നത്, മറ്റുള്ളവരോടുള്ള സ്നേഹം, അങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻസാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിയുണ്ട്, ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമുക്കൊരു മോശം കാര്യം നമ്മൾ ചെയ്തു എങ്കിൽ അതിന് വഴിപാട് നടത്തി പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പകരം വി ഹാവ് ടു ഡു സംതിങ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ് ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മഹാവിഷ്ണു 2 സ്ഥലത്തും ഇരുന്നതേ ഉള്ളൂ. അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ട് ഇരുന്നതേ ഉള്ളൂ. ഭക്തനെയും കണ്ടു, ഭക്തനെ ഉപദ്രവിക്കുന്നവനെയും കണ്ടു. ഭക്തനെയും സഹായിക്കാൻ മുതിർന്നില്ല, ഉപദ്രവിക്കുന്നവനെയും സഹായിക്കാൻ മുതിർന്നില്ല. രണ്ടും അവരുടെ കർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. ഇത് മാത്രമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവഭക്തി എന്ന് പറയുന്നത് ശരിക്കും കർമ്മങ്ങളാണ്. കർമ്മങ്ങളിൽ കൂടിയാണ് നമ്മളത് തെളിയിക്കേണ്ടത്. താങ്ക് യു.